2008-ൽ റെസ്റ്റോറൻറ്റുകളിൽ ഭക്ഷണം കഴിക്കാനെത്തുന്നവർക്ക് ഭക്ഷണങ്ങളുടെ റെക്കമെൻഡേഷനും റിവ്യൂ, മെനു എന്നിവ ലഭ്യമാക്കിയിടുന്ന വെബ്സൈറ്റ് ആയിരുന്നു ഫുഡിബേ. ഈ ഫുഡിബേയാണ് 2010-ൽ ഇന്ന് നമുക്ക് ഏറ്റവും സുപരിചിതമായ സൊമാറ്റോയായി മാറുന്നത്. പേരിൽ ഈബേയുമായുള്ള സാമ്യം കൂടി കണക്കിലെടുത്തായിരുന്നു ഈ പേര് മാറ്റം. തുടക്കത്തിൽ റെസ്റ്റോറൻറ്റുകളെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും നൽകുന്ന റെസ്റ്റോറൻറ്റ് ഡയറക്ടറി ആയിരുന്ന ഫുഡ്ബേ പിന്നീട് സൊമാറ്റോയിലൂടെ ഓൺലൈൻ ഫുഡ് ഡെലിവറി ആരംഭിക്കുകയായിരുന്നു. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും ജനകീയമായ ഫുഡ് ഡെലിവറി ആപ്പുകളിൽ ഒന്നായ സൊമാറ്റോ വീണ്ടും പേര് മാറ്റുകയാണ്. സൊമാറ്റോയിൽ നിന്ന് എറ്റേണൽ എന്ന പേരാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ആപ്പിൻ്റെ പേര് സൊമാറ്റോയായി തന്നെ തുടരും. സൊമാറ്റോ ബ്ലിങ്കിറ്റ് ഏറ്റെടുത്തപ്പോൾ കമ്പനിയും ബ്രാൻഡും തമ്മിൽ വേർതിരിച്ചറിയാൻ കമ്പനിക്കകത്ത് എറ്റേണൽ എന്ന പേര് ഉപയോഗിച്ചു തുടങ്ങിയിരുന്നു. ഷെയർ ഹോൾഡേഴ്സിൻ്റെ അംഗീകാരം കൂടി ലഭിക്കുന്ന മുറയ്ക്ക് കോർപ്പറേറ്റ് വെബ്സൈറ്റിൽ സൊമാറ്റോയ്ക്ക് പകരം എറ്റേണൽ എന്ന രീതിയിലേക്ക് മാറും. ഒപ്പം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സ്റ്റോക്ക് ടിക്കർ സൊമാറ്റോയിൽ നിന്ന് എറ്റേണലിലേക്ക് മാറുകയും ചെയ്യും. സൊമാറ്റോയുടെ കീഴിലുള്ള 4ഓളം പ്രധാന ബിസിനസ്സുകൾ എറ്റേണലിൽ ഉൾപ്പെടുത്തും എന്നാണ് സൊമാറ്റോ CEO ദിബീന്ദർ ഗോയൽ വിശദീകരിക്കുന്നത്.